പ്രൈസ് ലോർഡ് ചർച്ച്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ പരിപാലിച്ച ആ വിലയേറിയ കരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ഓൺലൈൻ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കത്രേ ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോടുള്ള സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ പരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മക്കളാണ് ഞങ്ങൾ കർത്താവേ നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓൺലൈൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരായിരിക്കുന്നത് കർത്താവേ ആരാധനയിൽ കർത്താവെ സംബന്ധിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ദൈവിക വേലകളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന സുരേഷ് പാസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടി നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പിൽ എഴുതിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ധാരാളമായ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ജീവനമച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും കർത്തസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇപ്പോൾ ലിയ കടന്നു വന്ന് ആരാധനയിൽ ഇടിയതായിരിക്കും. Praise the Lord, church. Let's just give God the glory. A few days back when I was in church, it was a very small thing, but it struck me so powerfully that I'm standing in my Father's house. And I realized it's when I am with my earthly dad that I feel so loved and protected and safe. And today, we're all standing in our Father's house, our Heavenly Father who loves us so much more than our earthly fathers and mothers, right? And this is where we're felt the most loved, most safest, most protected. And let's just forget about all our worries and give our time that we are in the house of the Lord to Jesus. Just let's completely give that time to Him, away from all distractions and thoughts. Yeah? എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കത്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കത്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയിൽ. ഓ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം
യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. Let's declare it today. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഓ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. ഓ ഇനി വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, ഓ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ.
you, Jesus. Ore barabashi kerere baba baba basi kerere baba. എന്നീശുവല്ല ദില്ലെനിക്കു ആശ്രയം പൂവൻ നിൻ മാർവിലല്ല ദില്ലെനിക്കു വിശ്രാമ വേറെ ഈ
Father God, we want to thank you for your wonderful, beautiful, amazing and awesome presence in this place, Lord. We're so grateful, Father, that we are able to experience this. We're so privileged. And even as we hear from your word today, God, we pray, Lord, that it will bear good fruit and it will spread to all around us. We want to give you the glory. More of you, Lord, more of you in this time, more of you in the coming years, and less of me. Less of us, Lord, because you deserve all the glory, all the honor, all the adoration, all the praise. Sharabasi kerere. We bless you, Lord. Thank you, Jesus. Thank you, Father. All in your precious name we ask and pray. Amen. 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 Hallelujah. Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ദൈവമേ, സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്നവനായ അങ്ങ് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കയാൽ ഞങ്ങൾ നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ പിതാവാം ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരും കണ്ണുകളെ അടച്ചവണ്ണമായി കർത്താവിൻ്റെ സ്പർശനത്തെ ഏൽപ്പാൻ നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ സ്പർശനമേറ്റ് വിടുതൽ പ്രാപിച്ച് അനുഗ്രഹത്തോടെ നന്മയുടെ നിറവോടുകൂടി ഇന്നത്തെ ദിനം നമ്മൾ ഈ സ്ഥലത്തു നിന്ന് കടന്നു പോകുവാൻ പോകുന്നു. നമ്മൾ പ്രത്യാശയോടും വിശ്വാസത്തോടും കടന്നു വന്നിരിക്കുന്ന കർത്താവ് നമ്മളെ നന്നായി മനസ്സിലാക്കുന്നവനായിരിക്കുന്നു. നമ്മൾ എന്തായിരിക്കുന്നു, നമ്മുടെ സാഹചര്യം എന്തായിരിക്കുന്നു വളരെ വ്യക്തമായി അവൻ അറിഞ്ഞവനായ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ആ സാഹചര്യങ്ങളിലൊക്കെയും നമ്മളെ കരം പിടിച്ച് ഉയർത്തുവാൻ, കാക്കുവാൻ, വിടുവിപ്പാൻ, അനുഗ്രഹിപ്പാൻ, നമ്മളെല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഉയർത്തുവാൻ, ജയാളികളാക്കുവാൻ മതിയായവനായ ഒരുത്തൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യർ ചിലപ്പോൾ നമ്മളെ മറന്നെന്നിരിക്കാം, വ്യക്തികൾ ചിലപ്പോൾ നമ്മെ ത്യജിച്ചെന്നിരിക്കാം. എന്നാൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവനായ കർത്താവ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ കർത്താവ്, നമ്മുടെ അപ്പനേക്കാളും അമ്മയെക്കാളും തൻ്റെ മാറോട് അണച്ച് അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവനായ കർത്താവ് പറയുന്നു, നീ എനിക്ക് പ്രിയനായിരിക്കുന്നു, നീ എനിക്ക് പ്രിയമുള്ളവളായിരിക്കുന്നു. നിൻ്റെ സാഹചര്യം എന്തു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, നിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, നിൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ഞാൻ മതിയായവനായിരിക്കുന്നു. വിളിച്ചവനായ ഞാൻ വിശ്വസ്തനെന്ന് കർത്താവ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വിളിച്ചവൻ വിശ്വസ്തനെങ്കിൽ നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന സകല മേഖലകളിലും അവൻ നമ്മെ ഉയർത്തുവാൻ അവൻ മതിയായവനായിരിക്കുന്നു. അവനാൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് അവൻ്റെ വാക്കിനെ അയച്ചപ്പോൾ, അവൻ്റെ വചനത്തെ അയച്ചപ്പോൾ സകലതും ഉളവായെങ്കിൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ, നിത്യരക്ഷയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് അവൻ്റെ അവസാന തുള്ളി രക്തം പോലും ചിന്തിയെങ്കിലും ആ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട് പ്രിയപ്പെട്ടവരെ. ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ആ രക്തത്താൽ നമുക്ക് രക്ഷയുണ്ട്. രക്തത്താൽ നമ്മുടെ പാപത്തിന് കഴുകലുണ്ട്. ആ രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സദൃശ്യവാക്യം 13-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ഡിസ്പൈസ് ഹിസ് വേർഡ് യു വിൽ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇഫ് യു ഫിയർ ഹിസ് കമാൻഡ്മെൻറ്റ്സ് യു വിൽ ബി റിവാർഡഡ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ നിരസിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ ആ മഹത്വമേറിയ വചനത്തെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച്, വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച്, കർത്താവേ അങ്ങടേതായ വാക്ക് എനിക്ക് മതി കർത്താവ്, അവിടെ ജീവനുള്ള വാക്കിനെ എനിക്ക് നൽകുന്നതിനായി സ്തോത്രം, അവിടെ കൃപ നിറഞ്ഞ വാക്കുകളെ എനിക്ക് നൽകുന്നതിനായി സ്തോത്രം, അവിടെ വിടുവിക്കുന്ന വാക്കിനെ എനിക്ക് തരുന്നതിനായി സ്തോത്രം എന്ന് നമ്മൾ പറയുമെങ്കിൽ യു ആൻഡ് ഐ വിൽ ബി റിവാർഡഡ്. എന്നെയും നിങ്ങളെയും അനുഗ്രഹിപ്പാൻ അവൻ മതിയായവനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ കടന്നുപോയെങ്കിലും ഇതുപോലെ നമുക്ക് നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ, സാധിപ്പിച്ചല്ലോ. നമ്മുടെ മിടുക്ക് കൊണ്ടാണോ പ്രിയപ്പെട്ടവർ? അല്ല. നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ല.
നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് അവൻ്റെ കൃപയാൽ മാത്രം. ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശക്തിയാൽ മാത്രം, എൻ്റെ ബലമല്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ബലത്തിലാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. സത്യമാ, ആ ജീവൻ തന്നത് എന്നെ സ്നേഹിക്കുന്നവനായ കർത്താവ്. എന്നിലും നിങ്ങളിലുമുള്ള ജീവനായി നന്ദി കരേറ്റാം പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് നിറച്ചെന്നിരിക്കുന്ന ശ്വാസത്തിനായി നന്ദി കരേറ്റാം. ഹല്ലേലൂയ. നമ്മൾക്ക് ശ്വാസം വെച്ച് തന്നവൻ സകലത്തെയും അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ഉള്ളായ വ്യക്തി, ഉള്ളിലായിരിക്കുന്ന ആത്മാവ് ഞരങ്ങുന്നുണ്ടായിരിക്കാം. വേദന കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ഞെരുക്കങ്ങൾ കൊണ്ട്, ഉപദ്രവം കൊണ്ട്. ഈ ജീവിതത്തിലുടനീളം പ്രയാസങ്ങളായിരിക്കാം. എന്നാൽ കാരിരുൾ മൂടിയാൽ, നമ്മൾ കർത്താവിൻ്റെ പാദം ചേർന്നാൽ അവൻ ഒരു നാൾ നമ്മളെ നിരസിക്കുകയില്ല. അവൻ ഒരു നാൾ നമ്മെ വെറുക്കുകയില്ല. അവൻ ഒരു നാൾ നമ്മെ മറന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ പ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാനും നിങ്ങളും സ്തുതിക്കുവാൻ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ അവൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ തീർന്നിട്ടില്ല. അവൻ്റെ പ്രവൃത്തി ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ മുറ്റുമായി സമാപിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തി തുടരുക തന്നെ ചെയ്യും. എല്ലാവരും കരങ്ങളെ ഉയർത്തി പറയാമോ? എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ തുടരുക തന്നെ ചെയ്യും. എന്നെയും നിങ്ങളെയും നടത്തുന്നവനായ കർത്താവ് വാഗ്ദത്തം പറയുന്നു പ്രിയപ്പെട്ടവരെ, നിത്യതയോളം ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം. ഞാൻ ഒരു നാൾ നിന്നെ മറക്കുകയില്ല, ഒരു നാൾ നിന്നെ വെറുക്കുകയില്ല, ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കയ്പായ അനുഭവത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, കയ്പിൻ്റെ കണ്ണുനീരോടുകൂടി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നമ്മളിൽ നിന്ന് മാറിപ്പോയെന്നിരിക്കാം. ഒരുപക്ഷെ നമ്മൾക്ക് അതുപോലെ തോന്നിയെന്നിരിക്കാം. എന്നാൽ സത്യാവസ്ഥ എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ഒരുവനുണ്ട്. നമ്മുടെ ശ്വാസത്തെക്കാളേറെ നമ്മൾ ചിന്തിക്കുന്നതിലും അത്യന്തപരമായി നമ്മൾക്ക് സമീപമായി നിൽക്കുന്നവനുണ്ട്. കണ്ണുകളെ അടച്ചോളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് സമീപമായി അവൻ നിന്നുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മളെ ശിക്ഷിപ്പാനല്ല, നമ്മളെ തള്ളിക്കളയുവാനല്ല, നമ്മളെ തകർക്കുവാനല്ല, എന്നാൽ നമ്മളെ കെട്ടിപ്പടുത്ത് ഉയർത്തുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ. അവനെ ആശ്രയിച്ചവരെല്ലാവരും ഭാഗ്യവാനാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 118-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ മധ്യയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്ന് വെച്ചാൽ അധികാരവും പദവിയും പണവും പത്രാസുമുള്ള പ്രഭുക്കനേക്കാളും ഒരു മനുഷ്യരെക്കാളും ആരിലും ആശ്രയിക്കുന്നതിനേക്കാളും ഉപരിയായി ഞാനും നിങ്ങളും കർത്താവിൽ ആശ്രയിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും. ഹല്ലേലൂയ. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിലെല്ലാം തോൽവിയായിരിക്കുന്നല്ലോ, ഞാൻ തൊടുന്നതെല്ലാം പരാജയമായി പോകുന്നല്ലോ, ഞാൻ കടന്നു ചെല്ലുന്ന സ്ഥലത്തൊക്കെയും ഞാൻ രണ്ടാമനായി പോകുന്നു, എനിക്ക് മുൻപിലായി പോയി കടന്നു ചെല്ലുന്നവനെല്ലാം അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നു. എന്നാൽ ഞാൻ ചെല്ലുമ്പോഴേക്കും എല്ലാം തീർന്നു പോയിരിക്കുന്നു, എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു, എല്ലാം എന്താ പറയുന്നത്, എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല സദ്വർത്തമാനമുണ്ട് പ്രിയപ്പെട്ട. ദെർ ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ യു. എവിടെയാണോ തീർന്നെന്ന് ശത്രുവായവൻ നിങ്ങളുടെ ജീവിതത്തിൽ വിധിക്കുന്നുവോ ആ സ്ഥാനത്ത് കർത്താവ് പുതിയവ തുടങ്ങുവാനിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ അതുപോലെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഫാക്ട് മേ ബി ദാറ്റ് എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്, ബട്ട് ട്രൂത്ത് ഈസ് ടെല്ലിങ് ഫ്രം ദാറ്റ് പോയിന്റ് യു വിൽ ഹാവ് എ ന്യൂ ബിഗിനിങ്. ഹല്ലേലൂയ. സത്യം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളിലും എന്നിലും പുതിയവ കർത്താവ് ചെയ്യുവാനായിരിക്കുന്നു.
എപ്പോൾ കഴിഞ്ഞു തീർന്നു എന്ന് പറയുന്ന ആ സ്ഥാനത്ത് കർത്താവ് പുതിയവ ചെയ്യും. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ഞാനും നിങ്ങളും വായിക്കുമെങ്കിൽ അവിടെ ഒരു പക്ഷപാതക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പക്ഷപാതക്കാരൻ ഒരു 4 കൂട്ടുകാരുമൊത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്കായി കടന്നു വരുന്നതായ ഒരു അനുഭവം നമുക്ക് കാണാൻ. അത് നമുക്ക് ആ വാക്യം നമുക്ക് വായിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ചില സത്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി, യേശു കർത്താവ് വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ച് കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളവിടെ കണ്ടത് ഒരു പക്ഷപാതക്കാരൻ കിടക്കയിലായി അനേക നാളുകൾ, അനേക വർഷങ്ങൾ ആയിരുന്നിരിക്കാം. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാം തോൽവിയായിരിക്കുന്നു. അവന് എഴുന്നേൽക്കാൻ വയ്യ, കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നമുക്ക് സുഖമില്ലാതാകുമ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലും. അവർ കുറേ ഡയഗ്നോസ് ചെയ്യും, ടെസ്റ്റുകൾ ചെയ്യും, ട്രീറ്റ്മെൻറ്റ് തരും, അവസാനം ഒരു ബില്ലും തരും. ആ ബില്ല് തരുമ്പോൾ ചിലപ്പം തലകറക്കമില്ലാത്തവർക്ക് ചിലപ്പോൾ തലകറക്കം വന്നെന്നിരിക്കാം, പൈസ ഇല്ലാത്തവർക്ക് ബോധക്ഷയം വന്നെന്നിരിക്കാം. എന്നാലും അവർ ചെയ്ത സർവീസിന് അവർ പൈസ വാങ്ങിച്ചേ നിങ്ങളെ വിടത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ He doesn't expect payment from you, but it becomes a payment for you. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ലോകം പേയ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കർത്താവ് നമ്മെ തീർച്ചയായും സൗഖ്യപ്പെടുത്തിയിരിക്കും. അവൻ്റെ അടിപ്പിണറുകളാൽ ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് സത്യം. രണ്ടാമത്, ഇവൻ്റെ കിടക്കയുടെ അവസ്ഥ സാമ്പത്തികമായിരിക്കാം. സാമ്പത്തികമായി എല്ലാം തുലഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പോയി തളർന്ന് കിടക്കുന്നവരായിരിക്കാം. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് തല പൊക്കണമെന്ന് പറഞ്ഞ് അനേകരുടെ നിന്ന് കടം വാങ്ങിച്ചെന്നിരിക്കാം. ബാങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രമാണങ്ങളൊക്കെ വെച്ച് പണയം വെച്ച് പൈസ വാങ്ങിച്ച് ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്നിരിക്കാം, ശ്രമിക്കാം. പക്ഷെ അതെല്ലാം തോൽവിയായി തളർന്നു കിടക്കുന്നു. ഒരു ഉയർച്ചയുമില്ല, ഒരു ഉന്നതിയുമില്ല, ഒരു നന്മയുമില്ല. തകർന്നവനായി കിടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളിലൊക്കെയും ശത്രുവായവൻ എന്നെയും നിങ്ങളെയും തളർന്നിരിക്കുമ്പോൾ അവൻ അടുത്തു വന്ന് പറയും, ശരിയാ, ഈ ലോകം എല്ലാവരും പ്രയാസത്തിലാണ്, നീയും പ്രയാസത്തിലാണ്. അല്പം മദ്യം കഴിച്ചോളൂ, നല്ലൊരു സുഖം കിട്ടും. കുറച്ച് നേരം സിനിമ കണ്ടോളൂ, നല്ല സന്തോഷം കിട്ടും. കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് വേണ്ടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് ഊരു ചുറ്റി നടന്നോളൂ, നിങ്ങൾക്ക് സന്തോഷം കിട്ടും എന്നൊക്കെ അവൻ പറയാം. എന്നാൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നതിനേക്കാളും
നമ്മുടെ സൃഷ്ടികർത്താവിനെ ആശ്രയിക്കുന്ന എത്ര നല്ലത് പ്രിയപ്പെട്ടവരെ. ഒരു 4 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ ഇവൻ എല്ലാ ഡോക്ടേഴ്സിനടുക്കും പോയി, ഇവനൊരു വിടുതൽ കിട്ടുന്നില്ല. എല്ലാ മേഖലകളിലും അവർ പരിശ്രമിച്ചു, എന്നാൽ ഇവന് ഒരു വിടുതൽ കിട്ടുന്നില്ല, സൗഖ്യം കിട്ടുന്നില്ല. ഇവൻ നോർമലാവാൻ യാതൊരു സാധ്യതയുമില്ല. എല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, വാതിലുകൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, വഴികൾ മുടങ്ങിയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു നാളും ഒരു നന്മ ഉണ്ടാവുകയില്ല എന്നൊരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. എന്നാൽ അവർക്കൊന്നും മനസ്സിലായി, പ്രതീക്ഷ അറ്റിരിക്കുന്നവരെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷ അറ്റിരിക്കുന്ന സ്ഥാനത്ത് ഒരു സ്ഥാനത്ത് പോയാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഏതാണ് ആ സ്ഥാനം പ്രിയപ്പെട്ടവരെ? യേശുവിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഏത് സാഹചര്യത്തിൽ പ്രതീക്ഷ അറ്റിരിക്കുന്നുവോ, പ്രതീക്ഷ നൽകുവാൻ തക്കവണ്ണം, പ്രതീക്ഷ തന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങൾ ചോദിക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളെ അനുഗ്രഹിപ്പാൻ, ഞാനും നിങ്ങളും അർഹിക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ അനുഗ്രഹിപ്പാൻ മതിയായവനായ കർത്താവ് ഒരുവനുണ്ട് പ്രിയപ്പെട്ടവരെ. അവനാണ് നമ്മെ സ്നേഹിക്കുന്നവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പോലും ഒരു നാളും ലജ്ജിതരായിട്ടില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി പാർത്ത ഒരു വ്യക്തി പോലും ഒരു നാളും ഇരുൾ അടഞ്ഞിട്ടില്ല. അവർ പ്രകാശിതരായി എന്ന ദൈവവചനം പറയുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ഇരിക്കുമ്പോൾ അനേകർ പലതും പറഞ്ഞെന്നിരിക്കാം. ശത്രുവായവൻ അനേക കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ ഓതിയെന്നിരിക്കാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ സ്നേഹിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. എന്നെയും നിങ്ങളെയും കരുതുന്നവനായ ഒരു കർത്താവുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ വെച്ച് തന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതിയും പ്ലാനും വെച്ച് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കൂട്ടുകാരെല്ലാവരും ഈ പ്രതീക്ഷയോടുകൂടി ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. യേശു ഉണ്ടായിരുന്ന ഭവനത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ നമ്മൾ വായിച്ചതുപോലെ കതക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ, വാതിൽ പോലും പറ്റാത്ത രീതിയിൽ, ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴി പോലും കാണാത്ത രീതിയിൽ ജനക്കൂട്ടം നിറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നമ്മൾ തുനിയുമ്പോൾ, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അവിടെ തടസ്സങ്ങൾ ഉണ്ടായെന്നിരിക്കാം, താമസമുണ്ടായെന്നിരിക്കാം, അവിടെ എല്ലാവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുവായൻ കൊണ്ടുവന്നിരിക്കാം. ഹി മേ ഡിസ്ട്രാക്ട് യു, ഹി മേ ഡിസ്റ്റർബ് യു, ഹി മേ ഡീറൂട്ട് യു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വഴികളിലേക്ക് നിങ്ങളെ കടത്തിവിട്ടേക്കാം, നിങ്ങളെ ശല്യപ്പെടുത്തിയേക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ കൊണ്ടുവന്നിരിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ അടുക്കാതിരിക്കാൻ തക്കവണ്ണം. എന്നാൽ ഈ 4 കൂട്ടുകാർ ഇതിനൊന്നും വഴങ്ങിയില്ല. അവർ 4 കൂട്ടുകാർ ആരായിരുന്നു എന്നറിയാമോ? ഒരുവൻ സമർപ്പണമായിരുന്നു. ഒരുവൻ സമർപ്പണം, അവൻ്റെ പേരാണ് സബ്മിഷൻ. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ മുറ്റുമായി നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ശത്രു എന്ത് തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പേരാണ് സറണ്ടർ. സറണ്ടർ വെച്ചാൽ മുറ്റുമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. സറണ്ടർ ചോദിച്ചാൽ 2 കൈയും പോക്കി, കർത്താവേ എൻ്റെ കയ്യിലല്ല, എല്ലാം അങ്ങയുടേതാണ് കർത്താവേ, ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാം അങ്ങ് മാത്രം. നമ്മൾ പാടിയതുപോലെ അങ്ങ് മാത്രം മതി കർത്താവേ, ഈ ലോകത്തിലുള്ളതെല്ലാക്കാളും ഉപരിയായി എനിക്ക് അങ്ങ് മാത്രം മതി എന്ന് നമ്മൾ പറയുന്നതാണ് സറണ്ടർ. മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ പേരാണ് ഒബീഡിയൻസ്, അനുസരണം. അനുസരണം എന്താ? എന്തു സംഭവിച്ചാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇന്ന് ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് അനുസരണം. നാലാമത്തത് ഈൽഡിങ്. ഈൽഡിങ് എന്ന് വെച്ചാൽ വഴങ്ങുക. ഏത് സാഹചര്യത്തിലായാലും ഞാൻ എൻ്റെ കർത്താവിനെ കാണാതെ ഞാൻ ഇവിടുന്ന് മാറിപ്പോവുകയില്ല. ബൈ എനി മീൻസ് ഐ വിൽ മീറ്റ് മൈ സേവിയർ ആൻഡ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ 4 സ്വഭാവത്തോടു കൂടി കടന്നു പോകുന്നുവെങ്കിൽ ഇല്ലാത്ത വഴികളെ കർത്താവ് ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ശത്രുവായവൻ
പലതരത്തിലും നമ്മളെ നശിപ്പിക്കണമെന്ന്, പലതരത്തിലും നമ്മെ മുടക്കണമെന്ന്, പലതരത്തിലും നമ്മളെ നിരുത്സാഹപ്പെടുത്തണമെന്ന്, പല രീതിയിൽ നമ്മളെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കും. യേശയ്യാവിൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദ എനിമീസ് വിൽ കം ആസ് എ ഫ്ലഡ് ബട്ട് ദ ഹോളി സ്പിരിറ്റ് വിൽ ലിഫ്റ്റ് ദ സ്റ്റാൻഡേർഡ്. മലയാളത്തിൽ നദി പോലെ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ല. തമിഴിൽ പറഞ്ഞേക്കുന്ന ഇച്ചിരി ഏകദേശം ഇതുപോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് വരുന്നത് നമ്മളെ അറിയിച്ചിട്ടല്ല വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഫ്ലഡ് വരും. നമ്മൾ ചിന്തിക്കുന്നതിലും അത്യന്തപരമായ ശക്തിയോടെ ബലത്തോടെ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെ അടിച്ചുകൊണ്ടു പോകുവാൻ തക്കവണ്ണം ആ ഫ്ലഡ് വരും. എന്നാൽ ആ സമയത്ത് പോലും കർത്താവിനെ സ്നേഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും കർത്താവ് സഹായിപ്പാൻ തക്കവണ്ണം ജയക്കൊടിയായി അവൻ യഹോവ നിസിയായി നമ്മുടെ ജീവിതത്തിൽ അവൻ കടന്നു വരികയും പ്രിയപ്പെട്ടവരെ. യെശയ്യാവിൻ്റെ പുസ്തകം 54:17. എനിക്കെതിരായി നിങ്ങൾക്കെതിരായി ശത്രുവായവൻ ഏതെല്ലാം തരത്തിൽ അവൻ ആയുധങ്ങൾ സൃഷ്ടിച്ചാലും അത് ഫലിക്കാതെ പോകാം. എവ്രി വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് യു ആൻഡ് മീ വിൽ നെവർ പ്രോസ്പർ. എപ്പോഴാണെന്നറിയാമോ? ഞാനും നിങ്ങളും കർത്താവിനോടുകൂടി പറ്റി ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോടുകൂടി കർത്താവെ അങ്ങ് മതി, കർത്താവെ അങ്ങടേതായ ആശ്വാസം എനിക്ക് മതി, അങ്ങടേതായ സ്നേഹം എനിക്ക് മതി, അങ്ങടേതായ കരുണ എനിക്ക് മതി, അങ്ങടേതായ സ്പർശനം എനിക്ക് മതി, അങ്ങടേതായ സാന്നിധ്യം എനിക്ക് മതി, അങ്ങടേതായ പരിപൂർണമായ കൃപകൾ എനിക്ക് മതി എന്ന് പറഞ്ഞ് കർത്താവിനോടുകൂടി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ശത്രുവിൻ്റെ ഒരു ആയുധവും ഫലിക്കുകയില്ല. ഈ 4 കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചു: നമ്മൾക്ക് യേശുവിൻ്റെ മുൻപിലേക്കായി ഇവനെ എങ്ങനെയെങ്കിലും എത്തിക്കണം. അവർ ആ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് കയറി റൂഫിനെ പിരിച്ചു, നേരെ യേശുവിൻ്റെ മുൻപിലേക്കായി അവനെ ഇറക്കി വെച്ചു. എനിക്കും നിങ്ങൾക്കും തടസ്സമുള്ളത് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി അവൻ മാറ്റിത്തരും. എന്താണ് തടസ്സം പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമുള്ളത് എന്താണെന്നറിയാമോ? ശത്രുവായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ ആയിരിക്കാം, ഒരുപക്ഷെ ആയിരിക്കണമെന്നില്ല. ആയിരിക്കുമെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും പ്രശ്നം? SIN, സിൻ ആയിരിക്കും പ്രശ്നം. SIN ഒന്നും കൂടി എലാബറേറ്റ് ചെയ്യുവാണെങ്കിൽ സെൽഫിഷ് ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതി എപ്പോഴും ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളതാണെങ്കിൽ അത് പാപമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരിക്കലും പറയുന്നില്ല, നിന്നെ വെറുക്കുവാൻ പറയുന്നില്ല. ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഓൾ യുവർ മൈൻഡ്, ഓൾ യുവർ സോൾ എന്ന് പറഞ്ഞ് ലവ് യുവർ സെൽഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. ലവ് യുവർ നെയ്ബേഴ്സ് ആസ് യു ലവ് യുവർ സെൽഫ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളെ വെറുക്കണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. കർത്താവിനെ സ്നേഹിക്കണം, നമ്മെ സ്നേഹിക്കണം, നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ വാക്കിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. തീർച്ചയായും കർത്താവ് സ്നേഹനിധിയായ ദൈവമാണ്. അവൻ്റെ സന്നിധിയിലേക്കായി കടന്നു പോകുമ്പോഴൊക്കെയും അവന് തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്കായി അവനെ ഇറക്കി വെച്ചപ്പോൾ കർത്താവ് അവനെ നോക്കി പറഞ്ഞത് എന്തോ പ്രിയപ്പെട്ടവരെ? ആദ്യത്തെ കാര്യം 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷാപാതക്കാരനോട്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും പുറമേ കാണുന്ന രീതിയിലല്ല യേശു എന്നെയും നിങ്ങളെയും കാണുന്നത്. പുറമേ കണ്ടപ്പോൾ ഇവൻ പക്ഷാപാതക്കാരൻ, സുഖമില്ലാത്തവൻ, അസുഖക്കാരൻ, ബലഹീനൻ എന്ന് കൂട്ടുകാരെല്ലാം കണ്ടു. എന്നാൽ യേശു കണ്ടത് എന്നാണെന്നറിയാമോ? അവൻ്റെ ഉള്ളിലായിരിക്കുന്ന ആ ക്ഷീണത്തെ, ഉള്ളിലായിരിക്കുന്ന പാപത്തെ, ഉള്ളിലായിരിക്കുന്ന കറകളെ, ഉള്ളിലായിരിക്കുന്ന കുറവുകളെ, ഉള്ളിലായിരിക്കുന്ന കുറ്റങ്ങളെയാണ് യേശു കണ്ടത്. അവനെ പഴിച്ചെന്നാണ് പറയുന്നത്? അല്ല. അത് എന്തോ പറയുന്നത്? കർത്താവ് എന്തോ പറയുന്നത്? നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ.
Hallelujah. Blessed is he whose transgression is forgiven, whose sin is covered. എന്ന് വെച്ചാൽ നമ്മൾ ഗിൽറ്റ് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വിലയേറപ്പെട്ട ഒരു അനുഗ്രഹം. ഒത്തിരിയും സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങളോടുകൂടി ജീവിക്കുന്നെങ്കിൽ അവൻ ബ്ലസ്ഡ് അല്ലെന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പം ആശ്രയം യേശുവിലായാൽ നമ്മളെ കർത്താവ് വിടുവിപ്പാൻ മതിയായവനായിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ കർത്താവ് ആദ്യം അവൻ്റെ ഉള്ളായ വേരായ ആ പ്രശ്നത്തെ എടുത്തു മാറ്റുവാൻ ആദ്യം തുനിഞ്ഞു. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോഴേക്കും കർത്താവേ എനിക്ക് സുഖം തരണമേ, സൗഖ്യം തരണമേ, ജോലി തരണമേ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാലും കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, അങ്ങ് താല്പര്യപ്പെടുന്നത് പോലെ എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങടേതായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എന്നെ സാക്ഷിയായി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുമെങ്കിൽ കുയവനായ അവൻ നമ്മെ മെനഞ്ഞ് ഒരു ചന്തമുള്ള ഒരു പാത്രമായി അവൻ മാറ്റിത്തരും, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമായി മാറ്റിത്തരും, ഒരു പ്രയോജനമുള്ള പാത്രമായി നമ്മെ മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 59-ാമത്തെ അധ്യായം 1-2 വാക്യം. എന്നെയും നിങ്ങളെയും കർത്താവിൽ നിന്ന് മാറ്റുന്നത് അവൻ്റെ കരങ്ങൾ ഒരു നാളും നമ്മളെ അനുഗ്രഹിപ്പാൻ കുറുകിപ്പോയിട്ടില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവൻ്റെ ചെവികൾ മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാലും അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അവർ ഇനിക്വിറ്റീസ് ദാറ്റ് ഹാഡ് സെപ്പറേറ്റഡ് അസ് ഫ്രം ഗോഡ്. 2, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. അവർ സിൻസ് ഈസ് ദ വൺ വിച്ച് ഈസ് മേക്കിംഗ് ഹിസ് ഫേസ് ഹിഡൻ ഫ്രം അവർ ലൈഫ്. അപ്പം ഞാനും നിങ്ങളും ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലായി സമർപ്പിച്ച് കർത്താവെ എന്നോടായി അങ്ങ് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ്റെ കരുണ നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ അവൻ കരുണ ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നവർ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളും കരുണാനിധിയായ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്കായി കടന്നു വരുമ്പോൾ കരുണയെ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവെ അങ്ങടേതായ സ്പർശനം ഏൽപ്പാൻ തക്കവണ്ണം ഞാൻ കടന്നു വന്നിരിക്കുന്നു, എന്നോടായി അങ്ങ് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് കടന്നു വരുമെങ്കിൽ തീർച്ചയായും ആ കാര്യം കർത്താവ് തീർച്ചയായും നടത്തി തരിക തന്നെ ചെയ്യും. 3-ാമത്തെ യോഹന്നാൻ്റെ ലേഖനം 3rd എപ്പിസിൽസ് അതിൻ്റെ 2nd വേഴ്സ്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിലവഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. എല്ലാവരും പറയാമോ? ഇൻ ഓൾ തിങ്സ്. ഒരു ചില കാര്യങ്ങളല്ല, എല്ലാറ്റിലും. ആൻഡ് ബി ഇൻ ഹെൽത്ത് ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. അപ്പോൾ ഈ പക്ഷാപാതക്കാരന് പുറമേ ഉള്ളതിനേക്കാളും പ്രശ്നം അകമേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അകത്തെ അസുഖങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ അവനോട് പറയുന്നു, യേശു കർത്താവ് പറയുന്നു, നീ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്തു, അവൻ നടന്നുപോയി. ബാക്കി എല്ലാവരും കണ്ടവരെല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തി എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ എല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കഴുകി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായതായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ കഴുകപ്പെട്ടവരായി, വിടുവിക്കപ്പെട്ടവരായി, നമ്മൾ പൂർണ്ണ സൗഖ്യത്തോടെ, വിടുതലോടുകൂടി, അനുഗ്രഹത്തോടുകൂടി കർത്താവ് നമ്മളെ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അനേകം സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സം ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കാം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 13 അതിൻ്റെ 14 തൊട്ട് 18 വരെ. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും, എല്ലാവരും പറയാമോ? നീ കാണുന്ന ഭൂമിയൊക്കെയും
ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വായിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു ഫ്രേസ് ഉണ്ട്. എന്നാണെന്നറിയാമോ? വേണ്ടാത്തതിനെ വേണ്ടതുപോലെ ഒഴിവാക്കിയാൽ, എല്ലാവരും പറയാമോ? വേണ്ടാത്തതിനെ വേണ്ടതുപോലെ ഒഴിവാക്കിയാൽ വേണ്ടിയത് വേണ്ടുന്നതിലും അധികം നമുക്ക് കർത്താവ് നൽകും. ഹല്ലേലൂയ. അപ്പോൾ അബ്രാമിനെ ഈ ദേശം വിട്ട് നീ കടന്നു വരിക എന്ന് കർത്താവ് യഹോവ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ പറയാത്തതായ അവന് നെഫ്യൂ ആയിരിക്കുന്ന ലോത്തിനെയും കൂടെ കൊണ്ടുവന്നു. ഒരു വേണ്ടാത്തൊരു പരിപാടി ആയിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ലോത്ത് പറഞ്ഞു, ലോത്തിൻ്റെ ജോലിക്കാരും ഇവരെ ജോലിക്കാരെല്ലാം തമ്മിൽ വഴക്കായി. അപ്പോൾ ലോത്തിനോട് പറഞ്ഞു, നീ ഒരു വഴിക്ക് പോവുക, നീ ഏത് സ്ഥലം തിരഞ്ഞെടുക്കും, നീ തിരഞ്ഞെടുത്ത് പോയിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവന് പ്രിഫറൻസ് കൊടുക്കുന്നു. അവനൊരു വഴിക്കായി പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, നീ കണ്ണേറെടുത്ത് തലപൊക്കി നോക്കുക, നീ കാണുന്ന സ്ഥലമൊക്കെയും നിനക്ക് നൽകുമെന്ന് പറയുന്നത്. അപ്പോൾ വേണ്ടാത്തതായ കാര്യത്തെ ഒഴിവാക്കിയപ്പോൾ ഇവന് വേണ്ടുന്നതിലും അധികമായി നന്മ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ പകർന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും വേണ്ടാത്തതായ ഏതെങ്കിലും ജീവിതത്തിലുണ്ടോ? കണ്ണുകളെ അടച്ചോളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒരുപക്ഷെ നമ്മൾ സഭയിൽ വരുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സുഖമായി സുലഭമായി കർത്താവിനെ ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആർ യു ഏബിൾ ടു വർഷിപ്പ് ഗോഡ് ഇൻ യുവർ പ്രൈവറ്റ് ലൈഫ്? നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ, ആരുമില്ലാതിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. God doesn't see our outward appearance. He sees your inward person. ഹല്ലേലൂയ. നമ്മുടെ ഇന്നർ പേഴ്സണെ കർത്താവ് വളരെ വ്യക്തമായി കാണുന്നവരായിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും പക്ഷാപാതക്കാരനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരുമെങ്കിൽ നമ്മളെ മുറ്റുമായി കഴുകുവാൻ, ശുദ്ധീകരിപ്പാൻ കർത്താവ് മതിയായവനായിരിക്കും. എന്നാൽ ഈ 4 കൂട്ടുകാരെ പോലെ നമ്മൾ ആരെങ്കിലും ഈ സഭയിലേക്കായി, ദൈവസന്നിധിയിലേക്കായി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ മാത്രം വരുന്നു പോകുന്നു എന്നാണ് ഇരിക്കുന്നത്. അനേകർ നടക്കുവാൻ കഴിയാതെ, കർത്താവിനോട് സമീപിക്കുവാൻ കഴിയാതെ, കർത്താവിനെ അറിയാത്തവരായി, കർത്താവിനെ രുചിച്ചിട്ടില്ലാത്തവരായി ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ രുചിച്ച ഈ കർത്താവിനെ പരിചയപ്പെടുത്തണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മൾ രുചിച്ച ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇപ്പോഴും സിന്നിലാണോ, സെൽഫിഷ് നേച്ചറിലാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ കർത്താവിൻ്റെ സ്നേഹത്തോടുകൂടി കാണുന്നവരൊക്കെയും നിത്യരക്ഷയിലേക്ക് നടത്തണം, കാണുന്നവരൊക്കെയും നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാനും നിങ്ങളും താല്പര്യത്തോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകുമ്പോൾ എല്ലാവരും കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഈ പക്ഷാപാതക്കാരനും അതുപോലെയായിരുന്നു. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടന്നപ്പോൾ എല്ലാവരും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് ഈസ് നോട്ട് ജസ്റ്റ് എ സൊല്യൂഷൻ പ്രൊവൈഡർ, പ്രോബ്ലം സോൾവർ. അതിനേക്കാളും ഉപരിയായി അവൻ നമ്മുടെ ഉള്ളായ മനുഷ്യനെ ബലപ്പെടുത്തുന്നവനായിരിക്കുന്നു. ഉള്ളായ മനുഷ്യനെ അവൻ പുതുതാക്കുവാൻ അവൻ മതിയായവനായിരിക്കുന്നു. ഹല്ലേലൂയ. അത് കാരണം ഞാനും നിങ്ങളും ഇന്ന് ഒരു കാര്യം തീരുമാനിക്കാം. കർത്താവേ, അടിയൻ ഇതാ കർത്താവേ, എന്നെ മുറ്റുമായി അങ്ങ് രൂപാന്തരപ്പെടുത്തണം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങ് താല്പര്യപ്പെടുന്നത് പോലെ എന്നെ അങ്ങ് മെനഞ്ഞുകൊള്ളണമേ. അങ്ങടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ അടിയനെ സഹായിക്കണമേ. അങ്ങടേതായ ഹിതത്തിന് ഒത്തവണ്ണം മുന്നേറുവാൻ അടിയനെ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവ്, ഇതാ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. അങ്ങ് എൻ്റെ അടുക്ക് പറയുന്നതൊക്കെയും അതുപോലെ അനുസരിച്ച് നടപ്പാൻ, സമർപ്പണത്തോടുകൂടി നടപ്പാൻ, വിശ്വാസത്തോടുകൂടി നടപ്പാൻ, ദൈവമേ മുറ്റുമായി അങ്ങടേതായ സന്നിധിയിലായി എന്നെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ അടിയനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും ഹല്ലേലൂയ നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. Here I am, oh Lord, here I am, oh Lord, here I am, oh Lord, here I am, here I am. നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവനായി സ്തോത്രം, ആയുസ്സിനായി സ്തോത്രം, അങ്ങ് തന്നിരിക്കുന്ന രക്ഷയ്ക്കായി സ്തോത്രം, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം, ജീവനുള്ള വചനത്തിനായി സ്തോത്രം, അങ്ങടേതായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞിരിക്കാൻ സ്തോത്രം, അങ്ങയുടെ അഭിഷേകത്തിനായി സ്തോത്രം, അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നുകങ്ങളെ നുറുക്കിക്കളയുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ നുകങ്ങളെയും എല്ലാ കർത്താവേ ശത്രുവിന്റെ തന്ത്രങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിനായി മുറ്റുമായി മാറ്റിത്തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്നതിനായി അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഇപ്പോൾ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തുതിക്കുന്ന വേലകളിൽ ഞങ്ങളുടെ ചങ്ങലകൾ മുറിഞ്ഞു പോകും, അതിനായി സ്തോത്രം. സ്തുതിക്കുന്ന വേളകളിൽ ഞങ്ങളുടെ കർത്താവ് എല്ലാ അടിത്തറകളും ഇളകിപ്പോകുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ജയിലിന്റെ അടിത്തറകൾ ഇളകി ആ വാതിലുകൾ തുറന്നതുപോലെ let them be liberated in Jesus name, O Lord. യേശുവിന്റെ നാമത്തിലായി അങ്ങയുടെ വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ജോലി സ്ഥാപനങ്ങളിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, കുടുംബത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ അസുഖങ്ങളോട് പ്രയാസങ്ങളോടുകൂടി ദൈവമേ ഞെരുക്കത്തോടുകൂടി വേദനയോടുകൂടി ഇരിക്കുന്ന ജീവിതങ്ങളിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവമേ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായി അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് ഇന്നും ജീവിക്കുന്നവനും ഞങ്ങൾ അറിഞ്ഞ് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങേ മുറ്റുമായി കർത്താവേ ദൈവമേ സ്നേഹിപ്പാൻ ദൈവമേ ഞങ്ങളുടെ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളെ വിടുവിക്കുന്നവനായ അങ്ങ് ഇന്നും ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ സമീപമേ നിന്ന് കർത്താവേ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അമ്മയേക്കാൾ അപ്പനേക്കാൾ ലോകത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളെക്കാൾ ഉപരിയായി എന്നെയും സ്നേഹിച്ച് അങ്ങയുടെ കരങ്ങളിലായി താങ്ങിയിരിക്കുന്നല്ലോ, അതിനായി നന്ദിയോടെ സ്തോത്രം. I am not an orphan, O Lord. You are my Father.
ഞാൻ അനാഥനല്ല, അങ്ങ് എൻ്റെ പിതാവായിരിക്കുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ പുനരുനാമം മഹത്വം എടുത്തുകൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു നിമിഷം പാസ്റ്റർ അനിലിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആ മെയിൻ സർവീസിൽ പാസ്റ്റർ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മഹത്തായ സാന്നിധ്യം ഈ മകനെയും ആ കോൺഗ്രിഗേഷൻ മുഴുവനും മറപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ആ യേശുവിൻ്റെ നാമത്തിലായി ഞങ്ങൾ സഭയായി ഞങ്ങളുടെ സന്നിധിയിലായി കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രിയദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്കായി ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ മകൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ പരിശുദ്ധ രക്തത്തിൻ്റെ മറവിലായി മറച്ച് ഈ മകൻ വാതുറന്ന് സംസാരിക്കുമ്പോൾ let your word, O Lord, go forth with power and anointing in Jesus' name, O Lord. ഞങ്ങളുടെ വചനം കർത്താവ് ശക്തമായി പുറപ്പെട്ട് വേണ്ടുന്ന ജീവങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, വിടുവിക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ അത്ഭുതമായി ദാസനെ ഉപയോഗിച്ചുകൊള്ളണമേ കർത്താവ്. രക്തത്തിൻ്റെ മറവിലായി മറച്ചുകൊള്ളണമേ. ഞങ്ങൾ സഭയായി പ്രിയ കർത്താവ് ദാസനെ യേശുവിൻ്റെ നാമത്തിലായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ കൃപയോടുകൂടി നടത്തണമേ യേശുവിൻ്റെ നാമത്തിൽ.